എനിക്ക് ഫാറ്റി ലിവറാണ്, ഇതെങ്ങനെയാണ് സാറെ മാറ്റിയെടുക്കുക എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനുള്ള ലഘുവായൊരു ഉത്തരമാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഉദ്ദേശിക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ലിവറുമായി ബന്ധപ്പെട്ട ധാരാളം വിവരങ്ങൾ വരുന്നുണ്ട്. ഡീടോക്സിനായിട്ടുള്ള മരുന്നുകളെ കുറിച്ച് പറയുന്നുണ്ട്, ലിവറിനെ ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് ചിലതൊക്കെ സുബദ്ധങ്ങളും ഏറെ അബദ്ധങ്ങളുമാണ്. അതുകൊണ്ട് ലിവറിനെ കുറിച്ച് നമ്മൾ ചില വസ്തുതകൾ അറിഞ്ഞിരിക്കണം. അതിലേക്കാണ് ഞാനിന്ന് വെളിച്ചം വീശാൻ ഉദ്ദേശിക്കുന്നത്. ലിവർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ്. ഏതാണ്ട് 1.5 കിലോ വരെ അതിന് ഭാരം ഉണ്ടാകും. ഫാറ്റി ലിവർ എന്ന് സർവ്വസാധാരണമായി തീർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രമേഹമുള്ളവരിലെ ഷുഗർ രോഗികളിൽ ഏതാണ്ട് 75% പേർക്കും ഫാറ്റി ലിവറിന്റെ സാധ്യതകൾ ഉണ്ടാവും. ലിവറിൽ ഫാറ്റ് അടിഞ്ഞു കഴിഞ്ഞാൽ അതിന് നീർക്കെട്ടുണ്ടാവും, ഇൻഫ്ലമേഷൻ ഉണ്ടാവും, വീക്കം ഉണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ സ്കാർഡ് ഉണ്ടാവും, മുറിവുകൾ ഉണ്ടാവും. അതിനെയാണ് ഫൈബ്രോസിസ് എന്ന് പറയണത്. ഇത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ കാര്യമായിട്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ ആ മുറിവുകൾ പിന്നെ കൂടിക്കൂടി വരികയും ടിഷ്യൂകൾ നശിക്കാൻ ഇടയാവുകയും ചെയ്യും. ഇങ്ങനെ പോയി 4ാമത്തെ ഘട്ടത്തിലെത്തുമ്പോഴാണ് ലിവർ സിറോസിലേക്ക് എത്തണത്. ലിവർ സിറോസിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയാൽ നമ്മളിലെ ലിവർ സെല്ലുകൾ പലതും നശിച്ച് അതിന് ലിവറിൻ്റെതായ ഫംഗ്ഷൻ ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തും. പിന്നെ ഒരു തിരിച്ചു വരവ്, റിവേഴ്സ് അത്ര എളുപ്പമല്ല, സാധ്യമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ലിവർ നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും പുനർജീവന ശേഷിയുള്ള, അതിജീവന ശേഷിയുള്ള ഓർഗനാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. 4-5% സെല്ല് ഒറ്റ ദിവസം നശിച്ചു പോയാൽ അതുപോലെ തന്നെ പുനഃസ്ഥാപിക്കപ്പെടും. നമുക്കറിയാം, നമ്മളുടെ ലിവറിന്റെ ഒരു 75% മുറിച്ച് മറ്റൊരാൾക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാലും ഒരു 3 മാസം ആകുമ്പോഴേക്കും ആ ലിവർ വീണ്ടും പൂർണ്ണമായിട്ട് വളർന്നു വരും. അതുകൊണ്ടാണ് ലിവറിന് സൈലന്റ് ഓർഗൻ എന്ന് വിളിക്കണത്. ഇതാണ് ലിവറിന്റെ കുഴപ്പവും. ഒരു 50%, 60%, 70% പോലും പ്രവർത്തനക്ഷമം അല്ല കരൾ രോഗത്തിന്റെ ഒരു ലക്ഷണം നോക്കുകയാണല്ലോ എന്നാണ് വിഷയം. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തെ പഠിക്കുകയോ അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയോ ചെയ്യില്ല. ഇതാണ് പലപ്പോഴും ഗുരുതരമായ പ്രശ്നത്തിലേക്ക് പോകണത്. ഛർദില്, ക്ഷീണം, തളർച്ച, ബെഡ് കൊട്ടാവാതെ വരിക, കണ്ണിന്റെ മുകളിലുള്ള പാട് വരിക, ഇത്തരം ലക്ഷണങ്ങളൊക്കെ വരുന്നത് ഏതാണ്ട് അവസാന സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ്. പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഏക വഴി എന്ന് പറയുന്നത് ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതിന് വർദ്ധിച്ച് ചെലവ് വരും. ഒരു സാധാരണക്കാർക്ക് താങ്ങാൻ സാധിക്കില്ല. 30 തൊട്ട് 40 ലക്ഷം രൂപ വരെ ഇതിന് ചെലവ് വരും. രണ്ടാമത്തെ വിഷയം, ചികിത്സിച്ച് നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യം മിക്കവാറും നശിച്ചിട്ടുണ്ടാവും. അതിന്റെ ഫലമായിട്ട് ലിവർ മാറ്റിവെക്കാനുള്ള ശേഷി പലരും ശരീരത്തിന് ഉണ്ടാവില്ല. രണ്ടാമത്തെ വിഷയം, ലിവർ മാറ്റിവെച്ചാൽ തന്നെ അതിനകത്തൊരു 85% പേരും 5 വർഷത്തിൽ കൂടുതൽ ജീവിക്കുന്നതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് വലിയൊരു ലോങ് ലൈഫ് നമ്മൾ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമായിക്കൊള്ളുന്നില്ല. മറ്റൊരു വിഷയം, ലിവർ മാറ്റിവെക്കാൻ മാത്രമല്ല, ഇതിനെ സംരക്ഷണീയ തന്നെ മാസം 10-25,000 രൂപ ചെലവ് വരും. അതുകൊണ്ട് സാധാരണക്കാർക്ക് സാധ്യമായ ഒരു കാര്യമല്ല ഇത്. അതും മാത്രമല്ല, നമ്മളുടെ ലിവറോടുകൂടി നമ്മൾ ജീവിക്കുന്ന പോലെ സുഖവും സന്തോഷവുമായ ജീവിതം പിന്നെ നടന്നുകൊള്ളുന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഉള്ള ലിവർ കേടാകാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. കരുതുന്ന പോലെ കരൾ എങ്ങനെ സ്വയം നശിക്കുന്ന ഒരു ഓർഗൻ അല്ല. മനഃപൂർവ്വമല്ലെങ്കിലും അറിയാതെയാണെങ്കിലും നമ്മൾ നമ്മളുടെ കരളിനെ സ്വയം നശിപ്പിക്കുകയാണെന്ന് പറയേണ്ടി വരും. കരളിന്റെ നാശത്തിനുള്ള പ്രധാന ഘടകം ആഹാരമാണ്. ആഹാരത്തിലൂടെ അകത്ത് അധികമായി ചെല്ലുന്ന കാർബോഹൈഡ്രേറ്റും ഫാറ്റും അല്ലെങ്കിൽ കൊഴുപ്പ്, അതുപോലെ പ്രിസർവേറ്റീവ്സ് ചേർന്ന ആഹാരങ്ങള്, കെമിക്കൽസുകള്, സ്മെല്ല് കൂട്ടാൻ വേണ്ടിയിട്ടും കളർ കൂട്ടാൻ വേണ്ടിയിട്ടും ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടും കേടാകാതിരിക്കാൻ ചേർക്കുന്ന പ്രിസർവേറ്റീവ്സുകളും രാസവസ്തുക്കളും ഒക്കെ ലിവറിനെ സംബന്ധിച്ചോളം മാരകമായ വിഷങ്ങളാണ്. മറ്റൊരു ഘടകം പ്രമേഹമാണ്. പ്രമേഹമുള്ള ആളുകളിൽ ഏതാണ്ട് ഒരു 75-80% പേരും ഫാറ്റി ലിവർ ഉള്ളവരായിരിക്കും. ഇത് പിന്നെ വർദ്ധിച്ച് ലിവർ സിറോസിലേക്കും ലിവർ ക്യാൻസറിലേക്കും ഒക്കെ പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പ്രമേഹമുള്ളവര് ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് കരൾ രോഗം വരുമെന്ന് കാത്തിരിക്കുകയും അത് വരാതിരിക്കാൻ ആവശ്യമായ പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്യേണ്ടതാണ്. മോശമായ ആഹാരം കഴിഞ്ഞാൽ പിന്നെ കരളിന്റെ കാരൻ എന്ന് പറയുന്നത് മരുന്നുകൾ തന്നെയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം പരസ്യങ്ങൾ കാണാം. കരളിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഡീടോക്സിൻ മരുന്നുകളൊക്കെ കാണാം. ഇതെല്ലാം കരളിനെ സംബന്ധിച്ച് ഒരു പാരയാണെന്ന് പറയേണ്ടി വരും. ലിവർ തന്നെ ഒരു ഡീടോക്സിൻ അവയവമാണ്.
അതിന് ഒരു മരുന്നിന്റെ ആവശ്യമില്ല. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ അകത്ത് ചെല്ലുന്ന ടോക്സിനുകളെ നിർവീര്യമാക്കുക, അതിനെ മോഷനിലൂടെ പുറന്തള്ളുക, അല്ലെങ്കിൽ അതിനെ കിഡ്നിയിലേക്ക് വെച്ച് യൂറിനിലെ പുറന്തള്ളുക, ഈ പ്രക്രിയ നിവർത്തിക്കുന്ന അവയവമാണ് കരൾ. ആ കരളിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കഷായങ്ങളും മരുന്നുകളും ചില ഫുഡുകളൊക്കെ കഴിക്കണമെന്ന് മനസ്സിലാക്കണം. രണ്ടാമതും മരുന്നുകൾ തന്നെ വില്ലന്മാരായിട്ട് വരുന്നുണ്ട്. അതുപോലെ ആന്റി വൈറലായിട്ടുള്ളത്, ആന്റിബയോട്ടിക്സുകള്, വേദന സംഹാരികള്, പാരസെറ്റമോൾ പോലെ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പറഞ്ഞ് മേടിക്കുന്ന മരുന്നുകള്, ഈ മരുന്നുകളെല്ലാം നിർവീര്യമാക്കേണ്ട ചുമതല ലിവറിനുള്ളതാണ്. അങ്ങനെ ചെയ്ത് ലിവർ ചിലപ്പോൾ ഡാമേജ് ആയി പോകാം. പ്ലാസ്റ്റിക് കുപ്പികളിൽ നിറച്ചു വരുന്ന കോള പോലുള്ള സാധനങ്ങള്, അതുപോലെ കഷായങ്ങൾ പോലുള്ള സാധനങ്ങള്, ഇതെല്ലാം നമ്മുടെ ലിവറിന് ദോഷമായിട്ട് വരാം. അതുപോലെ സോഡിയം ബെൻസോയിക്ക് തുടങ്ങിയ സാധനങ്ങൾ ആയുർവേദ കഷായങ്ങളിലും ലേഹ്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. ഇതും ഒരു പരിധിവരെ ലിവറിനെ നശിപ്പിക്കും. നമുക്കറിയാം, കഷായം ഉണ്ടാക്കി കഴിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ വലിച്ച് കേടായി പോകും. പക്ഷെ നമ്മൾ മരിക്കുന്ന കഷായം ചിലപ്പോൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം ഉണ്ടാക്കിയതായിരിക്കും, അത് കേടായിട്ടില്ല. അതിന്റെ അർത്ഥം പ്രിസർവേറ്റീവ്സ് എന്നുള്ളതാണ്. ഈ കഷായം കുടിക്കുമ്പോൾ ഈ ഔഷധത്തോടൊപ്പം ഈ വിഷം ഉള്ളിൽ ചെല്ലും. ഈ വിഷത്തെ നിർവീര്യമാക്കേണ്ട അധിക ബാധ്യത നമ്മളെ ലിവറിന് വരും. അതുകൊണ്ട് സങ്കടകരമായ ഒരു വസ്തുത, നമ്മൾ ഔഷധമാണെന്ന് മേടിച്ച് കഴിക്കുന്ന ചില സാധനങ്ങളെങ്കിലും ലിവറിനെ സംബന്ധിച്ച് പാഷാണങ്ങളാണെന്നുള്ളതാണ്. നമ്മളൊക്കെ എൻ്റെ കരളെ എന്ന് പറയാറുണ്ട്. ആ കരളിനെ നശിപ്പിക്കുന്ന മിക്കവാറും കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാണ് കരളിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കുക. അതിനൊന്ന് ശരിയായ ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. മുമ്പ് പറഞ്ഞ തരത്തിൽ പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർക്കാത്ത ശുദ്ധമായിട്ടുള്ള നമ്മളുടെ ശരീരത്തിന് ആരോഗ്യം പ്രദാനം തരത്തിലുള്ള പ്രകൃതി ഭക്ഷണത്തിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. രണ്ടാമത്, ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളുമുള്ള ലിവറിന്റെ ആരോഗ്യത്തെ നിലനിർത്താൻ ആവശ്യമായ തരത്തിലുള്ള ഒരു സമീകൃതമായ ഫുഡിലേക്ക്, ഒരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക് വരിക എന്നുള്ളതാണ്. മൂന്നാമത് ചെയ്യേണ്ടത് ശരിയായ വ്യായാമമാണ്. ശരിയായ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിൽ, അതുപോലെ ശരിയായ ഓക്സിജന്റെ പ്രവാഹമൊക്കെ ഉണ്ടെങ്കിൽ ലിവറിനും അതുപോലെ മറ്റ് അവയവങ്ങൾക്ക് വേണ്ടി ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അരമണിക്കൂറെങ്കിലും നമ്മൾ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും ആയാസം കിട്ടുന്ന തരത്തിലുള്ള വ്യായാമങ്ങളിൽ ഏർപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മൂന്നാമത് ബ്രീത്തിങ് എക്സസൈസ് ആണ്. കുറച്ച് പ്രാണായാമം ചെയ്യുവാണെങ്കിൽ, ശ്വാസ വ്യായാമം ചെയ്യുവാണെങ്കിൽ കരളിന്റെ ആരോഗ്യത്തെ നമുക്ക് ഒരു പരിധി വരെ അതുകൊണ്ട് മാത്രം രക്ഷിക്കാൻ സാധിക്കും. നാലാമത് അമിതമായിട്ടുള്ള ശരീരഭാരമാണ്. ഓവർ വെയിറ്റ് വന്നാൽ അവർക്ക് 90% പേർക്കും ഫാറ്റി ലിവറും കുറച്ച് കഴിയുമ്പോൾ ലിവർ സിറോസിലേക്കും പോകും. അതുകൊണ്ട് അമിത ശരീരഭാരത്തെ കുറയ്ക്കുക, അമിതമായിട്ടുള്ള ഫാറ്റിന്റെ അളവ് ശരീരത്തിൽ കുറയ്ക്കുക. നാച്ചുറലായിട്ട് പ്രകൃതിയുടെ മാർഗത്തിലൂടെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ, വലിയ ചെലവൊന്നുമില്ലാതെ നമ്മളുടെ ലിവറിനെ സംരക്ഷിക്കാൻ സാധിക്കും. നമ്മളുടെ ലിവർ ഫാറ്റി ലിവറായി 1, 2, 3 സ്റ്റേജിൽ പോയാൽ പോലും നമുക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങളാണ് മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്റർ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സ് കൂടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം ആളുകൾ ഈ കോഴ്സിൽ പങ്കെടുത്ത് വളരെ ഫലപ്രദമായിട്ട് അവരുടെ ലിവറിന്റെ പ്രശ്നങ്ങളെ പരിഹരിച്ച് സുഖവും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. 100 വയസ്സ് വരെ നിങ്ങൾക്ക് ആരോഗ്യത്തെ ജീവിക്കാൻ ഇത് മാത്രം മതി. ഒരു മരുന്നും ആവശ്യമില്ല എന്ന് എനിക്ക് പറയാനുള്ളത്.